വർഷങ്ങളായി ഏകദേശം 22-ലധികം രാജ്യങ്ങളിൽ ആയുർവേദത്തിൻ്റെ പ്രാക്ടീസും അതുപോലെ ടീച്ചിങ് എക്സ്പീരിയൻസുമുള്ള ഡോക്ടർ ശ്യാം UAE-യിലും മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലും യൂറോപ്പിലും ഫാർ ഈസ്റ്റ് ആൻഡ് ഇന്ത്യ എന്നിവിടങ്ങളിലായിട്ട് ഏകദേശം 65-ലധികം ആയുർവേദ സെൻ്ററുകൾ വിജയകരമായിട്ട് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആയുർവേദത്തിലെ ഗോൾഡ് മെഡലോടെ പാസ്സായിട്ടുള്ള അദ്ദേഹം PG എടുത്തിരിക്കുന്നത് ഗവൺമെൻറ് ആയുർവേദ കോളേജ് തിരുവനന്തപുരത്ത് നിന്നും ആയുർവേദ സർജറിയിലാണ്. UAE-യിൽ ആദ്യത്തെ ലൈസൻസ് കിട്ടിയിട്ടുള്ള ആയുർവേദ മെഡിക്കൽ പ്രാക്ടീഷണറാണ് അദ്ദേഹം. നിരവധി അവാർഡുകളും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഹോട്ട്ലിയർ മിഡിൽ ഈസ്റ്റ് അവാർഡും അതുപോലെ തന്നെ ഹെൽത്ത് എക്സലൻസ് അവാർഡ് 2017-ലും 2018-ലും ആരോഗ്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് വേണ്ടിയിട്ടുള്ള UAE-യുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ അവാർഡ് 2019-ലും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. അമേരിക്കയിലെ സതേൺ കാലിഫോർണിയൻ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിലെ ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫാക്കൽറ്റി മെമ്പർ കൂടിയാണ് അദ്ദേഹം. ഡോക്ടർ ശ്യാംസ് ആയുർവേദിക് സെൻറ്ററിൻ്റെ മെഡിക്കൽ ഡയറക്ടർ കൂടിയായിട്ടുള്ള ഇദ്ദേഹത്തിന് ദുബായിൽ കരാമ, അൽനാദ, ജുമൈറ, ദുബായ് ഹെൽത്ത് കെയർ സിറ്റി അതുപോലെ തന്നെ അജ്മാൻ എന്നിവിടങ്ങളിലായിട്ട് നിരവധി സെൻറ്റേഴ്സുകളുണ്ട്. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലുള്ള ബാക്ക് ടു റൂട്ട്സ് എന്ന ആയുർവേദ സെൻറ്റേഴ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. TCIയും മിനിസ്ട്രി ഓഫ് ഹെൽത്ത് UAE-യിലെ ഇൻ്റർവ്യൂ ബോർഡ് മെമ്പർ കൂടിയാണ് അദ്ദേഹം. കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. ചോദിക്കാനുള്ള ആദ്യത്തെ ചോദ്യം, UAE-യിലും മിഡിൽ ഈസ്റ്റിലും ആയുർവേദത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ആയുർവേദം UAE-യിൽ ഒരു റെക്കഗ്നൈസ്ഡ് മെഡിക്കൽ സിസ്റ്റമാണ്. ഇപ്പോൾ പല രാജ്യങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ ആയുർവേദം പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് ഡോക്ടേഴ്സിനെ കാണാം. എന്നാൽ പല സ്ഥലങ്ങളിലും ഒരുപക്ഷെ അതൊരു മസാജ് തെറാപ്പി ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാ തെറാപ്പി ആയിട്ടോ അല്ലെങ്കിൽ ഒരു വെൽനസ് തെറാപ്പിയോ ആയിട്ടാണ് പല രാജ്യങ്ങളിലും ആയുർവേദം പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് വ്യത്യസ്തമായിട്ട് ആയുർവേദത്തെ ഒരു മെഡിക്കൽ സിസ്റ്റമായിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് UAE എന്നത്. അപ്പോൾ UAE-യിൽ ആയുർവേദത്തിനുള്ള സാധ്യതകളെപ്പറ്റി ചിന്തിക്കുമ്പോൾ അതിന് പല ആസ്പെക്റ്റ് ഉണ്ട്. അതിൽ റീജിയണൽ ആസ്പെക്ട്സ് ഉണ്ട്, ഹെൽത്ത് ആസ്പെക്ട്സ് ഉണ്ട്, ഇന്ത്യൻ പോപ്പുലേഷൻ ചെയ്യുന്ന സപ്പോർട്ടുണ്ട്, ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇതിന് പ്രയോജനപ്രദമായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോന്നിനെയും പറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ സാധാരണ UAE എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് അവിടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതൊരു ഡെവലപ്ഡ് കൺട്രിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആയുർവേദ മരുന്നുകളുടെ ഒരു കാര്യം കൂടി പറയാമോ? റൈറ്റ്. ഇപ്പോൾ അവിടുത്തെ ആദ്യമായിട്ടൊരു പോപ്പുലേഷൻ്റെ കാര്യം ഞാനൊന്ന് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ UAE-യിലെ മൊത്തം പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 9 മില്യൺ അല്ലെങ്കിൽ അറൗണ്ട് 10 മില്യൺ ആണ് UAE-യിലെ പോപ്പുലേഷന്. പക്ഷേ ഈ UAE-യിലെ പോപ്പുലേഷൻ്റെ ഒരു പ്രത്യേകത, ഇതിൽ 80% ആൾക്കാർ എക്സ്പാട്രിയേറ്റ്സ് ആണ്. അതായത് ലോക്കൽ നേറ്റീവ് UAE-കാരെന്ന് പറയുന്നത് ആകെ 18%, 20% മാത്രമേ ഉള്ളൂ ലോക്കൽ സിറ്റിസൻസ്. അതേസമയം ഈ 80%-ൽ ഏകദേശം ഒരു 40% ഇന്ത്യൻസാണ്. ബാക്കിയുള്ള ഒരു 10%, 12% നമ്മുടെ തന്നെ നിയർ ബൈ കൺട്രീസ് ആയിട്ടുള്ള ശ്രീലങ്കയോ പാകിസ്ഥാനോ നേപ്പാളോ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഈ UAE-യിലെ പോപ്പുലേഷൻ്റെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ നിന്ന് ഏകദേശം ഒരു 55% ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ നിന്നുള്ളവരാണ് ഈ UAE-യിൽ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ UAE-യിലെ ഒരു 50%-ലേറെ പോപ്പുലേഷനിലുള്ള ആൾക്കാർക്കും ആയുർവേദം എന്ന് പറയുന്നതിന് തിരിച്ചറിവുണ്ട്, എന്താണെന്നറിയാം ഈ 50% പോപ്പുലേഷനും. അത് തന്നെയല്ല, ഈ 50% ആൾക്കാർക്കും ആയുർവേദം ഈസ് സംതിങ് ക്ലോസ് ടു ദ ഹാർട്ട്, റൈറ്റ്? അപ്പോൾ പലപ്പോഴും ചിലപ്പോൾ ഒരു ഇന്ത്യൻ ചിലപ്പോൾ ഒരുപക്ഷെ ട്രീറ്റ്മെൻറ്റിന് വന്നില്ലെങ്കിൽ പോലും ഈ ഇന്ത്യൻസ് ആയുർവേദം ഒരു അഭിമാനമായിട്ട് കരുതുന്നവരാണ് ഈ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലുള്ളവർ. അപ്പോൾ ഒരു ഇന്ത്യക്കാരന് വരാൻ പറ്റിയില്ലെങ്കിലും അവൻ്റെ സുഹൃത്തിനെയോ ബോസിനെയോ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെയോ തീർച്ചയായിട്ടും ആയുർവേദത്തിലേക്ക് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു പോപ്പുലേഷൻ ഇങ്ങനെ ഒരു ഇന്ത്യൻ ഡോമിനേറ്റഡ് ഒരു പോപ്പുലേഷൻ ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മീഡിയയും അതിനോട് തന്നെ സപ്പോർട്ടീവാണ്. അപ്പോൾ കാരണം മീഡിയ തീർച്ചയായിട്ടും ആ പോപ്പുലേഷൻ്റെ താല്പര്യമുള്ള വിഷയങ്ങളാണ് കൂടുതൽ കവർ ചെയ്യുക. അപ്പോൾ നാച്ചുറലി UAE-യിലെ മീഡിയയും ആയുർവേദത്തെ വളരെയധികം സപ്പോർട്ടീവാണ്. പിന്നെ ഈ തൊട്ട് മുമ്പ് പറഞ്ഞ ഒരു റീസെൻ്റ്ലി ഡെവലപ്ഡ് കൺട്രിയാണ്
അതായത് ഈ ഡെവലപ്മെൻറ്റ് മിക്കവാറും ഈ ഒരു കഴിഞ്ഞ 20 വർഷത്തിനിടയ്ക്കാണ് നടന്നിട്ടുള്ളത്. അതായത് ഒരു 20 വർഷത്തിന് മുമ്പ് വരെ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറോ ഹെൽത്തോ എഡ്യൂക്കേഷനോ അത്രയൊരു നിലവാരത്തിലേക്ക് എത്തിയിരുന്നില്ല. എന്നാൽ ഈ ഒരു 20 വർഷത്തിനുള്ളിൽ വളരെയധികം ഡെവലപ്മെൻറ്റാണ് UAEക്ക് സംഭവിച്ചിട്ടുള്ളത്. ഞാനും UAEയിൽ എത്തിയിട്ട് ഏകദേശം 20 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിറ്റ്നസ് ചെയ്തതാണ് ഈ ഒരു ചേഞ്ചസ് ഈ കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ. അത് തീർച്ചയായിട്ടും ഹെൽത്ത് സെഗ്മെൻറ്റിൽ വളരെ റിമാർക്കബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് നടന്നിട്ടുണ്ട്. ദുബായ് ഗവൺമെൻറ് ഇതിന് ആയുർവേദത്തിന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും അങ്ങനെ തന്നെയാണോ? അത് ഏതെങ്കിലും ഇൻഷുറൻസ് കവറേജ് ഉള്ള ഒരു സിസ്റ്റമാണോ ആയുർവേദിക് മെഡിസിൻ ദുബായിൽ? അപ്പോൾ ഒരു മൊത്തത്തിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്നത് 7 ചെറിയ എമിറേറ്റുകൾ ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും നമുക്കറിയാവുന്ന സ്ഥലം ദുബായ് ആണ് അറിയാവുന്നത്. എന്നാൽ ബാക്കിയുള്ള എമിറേറ്റുകൾ കൂടി ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ, റാസൽ ഖൈമ, ഫുജൈറ, ഉമൽ ഖൊയിൻ, ഇത് ചേർന്നതാണ് ഈ ഒരു 7 എമിറേറ്റുകൾ. അപ്പോൾ ഈ ഒരു 7 എമിറേറ്റ് ചേർന്നിട്ടുള്ള ഒരു ഫെഡറൽ ഗവൺമെൻറ്റാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ആയുർവേദം റെക്കഗ്നൈസ്ഡ് ആണ് ബൈ ദി ഫെഡറൽ ഗവൺമെൻറ്, ബൈ ദ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഇൻ UAE. ആയുർവേദം ഒരു റെക്കഗ്നൈസ്ഡ് സിസ്റ്റം ഓഫ് മെഡിസിൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ UAEയിൽ മൊത്തത്തിൽ ആയുർവേദം റെക്കഗ്നൈസ്ഡ് ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനികളെല്ലാം തന്നെ ആയുർവേദത്തെ കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ മിക്കവാറും കമ്പനികൾ ഇപ്പോൾ കവർ ചെയ്യുന്നത് റീഇംബേഴ്സ്മെൻറ്റ് ബേസിസിലാണ്. അതായത് നിങ്ങൾ ഒരു ക്ലിനിക്കിൽ ചെന്നിട്ട് ഒരു ലൈസൻസ്ഡ് ആൻഡ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ആയുർവേദ ഡോക്ടറെ എടുത്ത് ഒരു കൺസൾട്ടേഷൻ എടുത്ത് അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ വാങ്ങി അതിനൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു മരുന്ന് വാങ്ങിക്കുന്നു. ഇതെല്ലാം തന്നെ, ഈ സർവീസുകളെല്ലാം തന്നെ ഈ മെഡിക്കൽ ഇൻഷുറൻസിൽ കവേർഡാണ്. പക്ഷേ ഞാനിപ്പോൾ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ പോലും ഈ ഒരു കംപ്ലീറ്റ് ആയുർവേദത്തെ ഇൻഷുറൻസ് കവേർഡ് ആക്കുന്ന ഒരു സിസ്റ്റം ഇല്ല എന്നുള്ളതാണ്. അവിടെ ഈ ഒരു മറ്റൊരു രാജ്യം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെ നമുക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയല്ലേ? തീർച്ചയായിട്ടും ഇതിൽ ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ആയുർവേദം ഒരിക്കലും പല രാജ്യങ്ങളിലും ഒരുപക്ഷെ ഇന്ത്യയിലും പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു മസാജ് സിസ്റ്റമായിട്ടോ സ്പാ സിസ്റ്റമായിട്ടോ ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. എന്നാൽ UAE സംബന്ധിച്ച് ഗവൺമെൻറ് വളരെ പർട്ടിക്കുലറാണ്. ആയുർവേദം ഒരു മെഡിക്കൽ സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ആയുർവേദിക് ഡോക്ടർ വേണം ആ ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. തന്നെയല്ല, ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു തെറാപ്പിസ്റ്റ് തന്നെ വേണം ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ആയുർവേദിക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്സ് മെഡിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് ഇത് റീഇംബേഴ്സ്ഡ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അതൊരു വളരെ നല്ല കാര്യം കൂടിയാണിത്. എനിക്കൊരു ഇവിടെ ഉള്ളപ്പോഴത്തേക്ക് എനിക്ക് ധാരാളം കോൾസ് വരാറുണ്ട്, പ്രത്യേകിച്ചും ആയുർവേദ പ്രൊഫഷണൽസിൽ നിന്നുള്ളത്. അതിന് മെയിനായിട്ടും ചേട്ടൻ എൻ്റെ ബ്രദറാണെന്നുള്ളത് കൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് UAEയിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ആയുർവേദ പ്രൊഫഷണൽസിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഫോർമാലിറ്റീസ് ആണ് എന്നുള്ളതൊന്ന് പറഞ്ഞു കൊടുക്കാമോ? ആയുർവേദം UAEയിൽ റെക്കഗ്നൈസ്ഡ് ആണ്. അതേപോലെ തന്നെ അവിടുത്തെ ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അവിടെ കാണുന്നത്. ഏകദേശം ഒരു 65% UAE പോപ്പുലേഷന് ഓവർ വെയ്റ്റ് ആണ്. ഇത് കൂടാതെ 5-ൽ ഒരാൾക്ക് ഡയബറ്റീസ് രോഗമുണ്ട്. റൈറ്റ്. ബാക്ക് പെയിൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു 65% പോപ്പുലേഷനും ബാക്ക് പെയിൻ ഉണ്ട്. 18% ഡിപ്രഷൻ കേസുകളുണ്ട്. അലർജി, ആസ്മ, ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ വളരെ കൂടുതലുമാണ്. ഒരു ഐറണിയായിട്ട് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശമുള്ള ഒരു രാജ്യമാണ് UAE. എന്നാൽ പോലും ഏകദേശം ഒരു 80% മുകളിലാണ് UAEയിലെ വൈറ്റമിൻ D ഡെഫിഷ്യൻസി. അത് കാരണം പലപ്പോഴും ആൾക്കാർ റൂമിനുള്ളിൽ AC റൂമിൽ അടച്ചിരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും അവിടെയായിട്ടുള്ളത്. അപ്പോൾ ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു ആയുർവേദ പ്രാക്ടീഷണറെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ കേസുകളെല്ലാം തന്നെ ആയുർവേദത്തിന് ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുന്ന മേഖലകളാണ് ഇതെല്ലാം തന്നെ. പിന്നെ ഈ ആയുർവേദം UAEയിൽ റെക്കഗ്നൈസ്ഡ് ആയത് 2002 മുതലാണ് ആയുർവേദം റെക്കഗ്നൈസ്ഡ് ആയത്. അവിടുത്തെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഇതിനെ ഒരു റെക്കഗ്നൈസ്ഡ് സിസ്റ്റം ഓഫ് മെഡിസിൻ ആയിട്ട് അപ്രൂവ് ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ എമിറേറ്റ്സിലും ഇത് അപ്രൂവ് ചെയ്യപ്പെടുകയും ചെയ്യും. പക്ഷേ ഈ ആയുർവേദം അവിടെ പ്രാക്ടീസ് ചെയ്യുന്നതിന് നമ്മളൊരു BAMS അല്ലെങ്കിൽ ഒരു MD ഡോക്ടർ ആണെങ്കിൽ പോലും അവിടെ ഒരു എക്സാം പാസ്സാവണം.
അതായത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് നടത്തുന്ന ഒരു റിട്ടേൺ എക്സാമിനേഷനുണ്ട്, അതിനുശേഷമുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ഈ 2 എക്സാമുകളും പാസ്സായെങ്കിൽ മാത്രമേ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ നിന്ന് നിങ്ങൾ അവിടെ പ്രാക്ടീസ് ചെയ്യാൻ എലിജിബിൾ ആണെന്നുള്ള ഒരു ഇവാലുവേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഇവാലുവേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് UAE-യിലുള്ള ഏത് എമിറേറ്റിലും നിങ്ങൾക്ക് ആയുർവേദം പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ പലപ്പോഴും ഇത് ഒരുപാട് ഡോക്ടേഴ്സിന് തെറ്റിദ്ധാരണയുണ്ട്. ഞങ്ങൾ പോയിട്ട് DOH ആണോ എഴുതേണ്ടത്, DHA എക്സാം ആണോ എഴുതേണ്ടത്, അതോ ഷാർജ എമിറേറ്റിൻ്റെ എക്സാം ആണോ എഴുതേണ്ടത് എന്നുള്ള സംശയമുണ്ട്. ഇത് സംശയിക്കേണ്ട. ആകെ ഒരൊറ്റ എക്സാമേ ഉള്ളൂ ആയുർവേദ പ്രാക്ടീഷണേഴ്സിനും തെറാപ്പിസ്റ്റുകൾക്കും വേണ്ടി നടത്തുന്നത്. ആ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആണ്. ഇതിന് 2 ഭാഗങ്ങളുണ്ട്. ഒരു തിയറി പാർട്ടുമുണ്ട്, ഒരു പ്രാക്ടിക്കൽ പാർട്ടുമുണ്ട്. തിയറി പാർട്ടിൽ ആയുർവേദ ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ കൂടുതലും ഡേവിഡ്സൺ പോലെയുള്ള ബുക്കുകൾ വായിച്ചു കഴിഞ്ഞാൽ തന്നെ എക്സാം പാസ്സാവാനുള്ള അത്യാവശ്യം വിവരം കിട്ടുന്നതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂവിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ആയുർവേദ ബേസ്ഡ് ആയിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. പക്ഷേ ഈ എക്സാം അപ്പിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഉണ്ട്. എല്ലാവർക്കും വന്നിട്ട് എക്സാം എഴുതാൻ പറ്റില്ല. ഒന്ന്, ഒരു BAMS ഡിഗ്രി മിനിമം ഉണ്ടാവേണ്ടതുണ്ട്. രണ്ടാമത് ഈ സർട്ടിഫിക്കറ്റ് ഒരു പക്ഷേ അറ്റസ്റ്റഡ് ആവേണ്ടതുണ്ട്, റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആവേണ്ടതുണ്ട്. അത് നോർക്ക അറ്റസ്റ്റേഷൻ ഒക്കെ ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നിക്കുന്നുണ്ട്. ആ സർട്ടിഫിക്കറ്റ് മാത്രം മതി. പിന്നെ കൃത്യമായിട്ട് മിനിമം 2 വർഷം എക്സ്പീരിയൻസ് നിർബന്ധമാണ്. പക്ഷേ ഈ എക്സ്പീരിയൻസ് അതൊരു കണ്ടിന്യൂസ് സർവീസ് ആകുന്നതും ഉറപ്പുവരുത്തേണ്ടതാണ്. അതായത് ഒരു 6 മാസത്തിൽ കൂടുതൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, ഈ ഒരു എക്സ്പീരിയൻസിന് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് റെക്കഗ്നൈസ്ഡ് ആവുന്നതല്ല. അതുകൊണ്ട് ഉറപ്പുവരുത്തുക നിങ്ങളുടെ കയ്യിലൊരു BAMS ഡിഗ്രിയും 2 വർഷത്തെ ക്ലിനിക്കൽ എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ എക്സാം വന്നിട്ട് അറ്റൻഡ് ചെയ്യാം. ആയുർവേദത്തെ അവിടെ വളർത്തിയെടുക്കുന്നതിൽ എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ ഉണ്ടെന്ന് തോന്നിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ആയുർവേദം ഇപ്പോഴും അതിൻ്റെ ഒരു ബാല്യാവസ്ഥയിൽ തന്നെയാണ് UAE-യിലുള്ളത്. കാരണം ഇപ്പോൾ റെക്കഗ്നൈസ് ചെയ്തിട്ട് ഏകദേശം 19 കൊല്ലം ആകുന്നുള്ളൂ. അപ്പോൾ അതിൻ്റേതായ ചലഞ്ചസ് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഇതിനകത്ത് എപ്പോഴും ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ UAE പോലൊരു രാജ്യത്ത് ആയുർവേദം മാത്രമല്ല റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു ട്രഡീഷണൽ മെഡിസിൻ. അവിടെ ചൈനീസ് മെഡിസിൻ റെക്കഗ്നൈസ്ഡ് ആണ്, ഹോമിയോപ്പതിക് മെഡിസിൻ റെക്കഗ്നൈസ്ഡ് ആണ്, യുനാനി മെഡിസിൻ റെക്കഗ്നൈസ്ഡ് ആണ് ആയുർവേദത്തിൻ്റെ ഒപ്പം തന്നെ. അപ്പോൾ ഇമാജിൻ ചെയ്യുക, നമ്മുടെ ഒരു ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം എന്ന് പറയുന്നത് നേരത്തെ ആണെങ്കിൽ ഒരു സപ്ലൈ ഡ്രിവൺ മോഡലായിരുന്നു. അതായത് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് പേഷ്യൻസ് വാങ്ങി കഴിക്കും. പക്ഷേ ഇപ്പോൾ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ഒരു സപ്ലൈ ഡ്രിവണിൽ നിന്ന് മാറിയിട്ട് ഒരു ഡിമാൻഡ് ഡ്രിവൺ കൺസ്യൂമർ മോഡലാണ്. അതായത് പേഷ്യൻസ് ആണ് തീരുമാനിക്കുക എന്ത് മരുന്നിന് പോകണം അല്ലെങ്കിൽ എന്ത് ചികിത്സയ്ക്ക് പോകണമെന്നുള്ളത് പേഷ്യൻ്റാണ് തീരുമാനിക്കുക. അപ്പോൾ ഇമാജിൻ UAE പോലൊരു കൺട്രിയിൽ ഒരു പേഷ്യൻറ്റിൻ്റെ മുമ്പിൽ ഒരു ബാസ്ക്കറ്റിൽ കുറേ അധികം സിസ്റ്റംസ് ഓഫ് മെഡിസിൻ വെച്ചിട്ടുണ്ട്. ആയുർവേദമുണ്ട്, അലോപ്പതിയുണ്ട്, ചൈനീസ് മെഡിസിൻ ഉണ്ട്, യുനാനി മെഡിസിൻ ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് കൂട്ടിച്ചേർത്ത് പറഞ്ഞോട്ടെ, ഇന്ത്യയിൽ ഈ സിസ്റ്റംസ് എല്ലാം ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഇന്ത്യക്കാർ അംഗീകരിക്കാൻ മടി കാണിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യ പല ആൾക്കാരും, അതായത് ഇപ്പോൾ ഒരു മോഡേൺ മെഡിസിനിലുള്ള ആൾക്കാരായിക്കോട്ടെ, അവരൊക്കെ അംഗീകരിക്കാൻ മടി കാണിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് എന്ന് പറയുന്ന ഒരു കാര്യം. അവിടെയൊക്കെ എത്ര വിശാലമായിട്ടുള്ള രീതിയിലാണ് ശരിക്കും UAE ഇതിനെയൊക്കെ കാണുന്നത് എന്നുള്ളത് കൂടി ഇവിടെ കൂട്ടിച്ചേർത്ത് പറയേണ്ടതാണ്. ഇതാണ് UAE സംബന്ധിച്ച് വേറൊരു പ്രത്യേകത. ഇത് പലപ്പോഴും UAE-യിൽ പ്രാക്ടീസ് ചെയ്യുന്ന ജനറൽ പ്രാക്ടീഷണേഴ്സ് ആയുർവേദത്തിനോട് വളരെയധികം താല്പര്യമാണ് കാണിക്കുന്നത്. റൈറ്റ്, ഇപ്പോൾ എനിക്ക് എൻ്റെ പേഷ്യൻസ് ലിസ്റ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 500-600 അലോപ്പതിക് ഡോക്ടേഴ്സ് തന്നെ ഈ ആയുർവേദത്തിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. റെഫറൽസ് ധാരാളം നടക്കുന്നുണ്ട്. പലപ്പോഴും എനിക്ക് തോന്നുന്നു GPs പലപ്പോഴും കൺസിഡർ ചെയ്യുന്നത് ആയുർവേദം ഈസ് ദ ന്യൂ മെഡിസിൻ. കാരണം അത് കുറച്ചുകൂടി യുണീക്കാണ്, പേഴ്സണലൈസ്ഡ് ആണ്, ജനറലൈസ്ഡ് അല്ല. സോ ആയുർവേദത്തിനെ സംബന്ധിച്ച് ഒരുപാട് അക്സെപ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞു വന്നത്, ഈ ആയുർവേദം ഒരു ബാസ്ക്കറ്റിൽ ബാക്കിയുള്ള സിസ്റ്റംസിൻ്റെ ഒപ്പം തന്നെ വെക്കുമ്പോഴത്തേക്ക് പേഷ്യൻസ് ആണ് തീരുമാനിക്കുന്നത് ഞാൻ ആയുർവേദം എടുക്കണോ ഹോമിയോപ്പതി എടുക്കണോ എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടത് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ആയുർവേദിക് റെമഡീസ് നമുക്ക് ഈ പേഷ്യൻസിന് കൊടുത്തെങ്കിൽ മാത്രമേ അവരുടെ ട്രസ്റ്റും കോൺഫിഡൻസും നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. റൈറ്റ്, തന്നെയല്ല ഇത് ക്ലാരിറ്റി ഓഫ് ദ ഡാറ്റ കൊടുക്കണം. അവർക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കൊടുക്കണം. ഗിമിക്സ് കാണിച്ചിട്ട് കാര്യമില്ല, ഫാൾസ് പ്രോമിസുകൾ കാണിച്ചിട്ട് കാര്യമില്ല. റൈറ്റ്, നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ സ്ട്രെങ്ത്, എന്താണ് നമ്മുടെ വീക്ക്നെസ്, ഇത് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ പേഷ്യൻസുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം UAE-യിൽ ക്രോണിക് ഡിസീസ് മാനേജ്മെൻറ്റ്
വളരെ ഒരു സ്ട്രെങ്തായിട്ട് തന്നെ നിൽക്കും. ഇതാണ് ആയുർവേദത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചലഞ്ചുകൾ ഒരുപാടുണ്ട്. ഇത് കൂടാതെ മെഡിസിൻസ് പലതും റെക്കഗ്നൈസ്ഡ് അല്ല, പലതും അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ലാക്ക് ഓഫ് ക്വാളിഫൈഡ് തെറാപ്പിസ്റ്റുകളുണ്ട് UAE-യിൽ, ലാക്ക് ഓഫ് ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് ഉണ്ട്. കൂടുതൽ MD ഉള്ള ഡോക്ടേഴ്സും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള BAMS ആയുർവേദിക് ഗ്രാജുവേറ്റ്സും കൂടുതൽ തെറാപ്പിസ്റ്റുകളും അവിടേക്ക് വരേണ്ടത് ആവശ്യമുണ്ട്. സോ ചലഞ്ചസ് ഒട്ടനവധിയുണ്ട്. പിന്നെ പലപ്പോഴും ചില പ്രൊസീജിയറുകളൊന്നും ആയുർവേദത്തിൽ ഇപ്പോഴും റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു സർജിക്കൽ പ്രാക്ടീസ് ഓഫ് ആയുർവേദം അവിടെ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. ക്ഷാരസൂത്രമാകട്ടെ, അഗ്നികർമ്മമാകട്ടെ, ഇഞ്ചെക്ഷൻസ് കൊടുക്കേണ്ടതാവട്ടെ, ഇതൊന്നും അവിടെ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. ഇതൊക്കെ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടേക്കാം ഒരു ഗ്രാജുവലി. സോ ഞാനതാണ് തൊട്ടുമുമ്പ് പറഞ്ഞത്, ആയുർവേദം ഇപ്പോഴും ഒരു പിച്ച വെച്ച് നടക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് UAE-യിലുള്ളത്. അടുത്തതായിട്ട് എനിക്ക് അറിയേണ്ട കാര്യം, ചേട്ടൻ ധാരാളം സ്ഥലത്ത്, അതായത് UAE അല്ലാതെ ധാരാളം കൺട്രീസിൽ ആയുർവേദം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും ആയുർവേദത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സ്റ്റെപ്പ് എടുക്കുന്ന ആളാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു UAE-ക്ക് പുറത്ത് ഉള്ള ആയുർവേദത്തിനുള്ള സ്കോപ്പ് എത്രത്തോളമാണ്? ഞാൻ ആയുർവേദം കൊണ്ട് ഏകദേശം ഒരു 20 രാജ്യങ്ങളോളം സഞ്ചരിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഫാർ ഈസ്റ്റ് ആവട്ടെ, മിഡിൽ ഈസ്റ്റ് ആവട്ടെ, ആഫ്രിക്ക, യൂറോപ്പ്, ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഞാൻ ആയുർവേദമായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പല കൺട്രികളിലും ആയുർവേദം ഒരു റെക്കഗ്നൈസ് സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മലേഷ്യയിൽ ഞാൻ ആയുർവേദം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അവിടെ എനിക്ക് ലൈസൻസും ഉണ്ടായിരുന്നു, പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ്. അവിടെയും ഇതേപോലെ തന്നെ അവിടുത്തെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആയുർവേദത്തെ ഒരു റെക്കഗ്നൈസ് സിസ്റ്റം ഓഫ് മെഡിസിൻ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അവിടെയും ഇതേപോലെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് വഴി ഒരു ആയുർവേദ പ്രാക്ടീഷണറിന് ലൈസൻസ് എടുക്കാവുന്നതാണ്. ഇത് കൂടാതെ ആയുർവേദമായിട്ട് സഞ്ചരിച്ചിട്ടുള്ള ഇപ്പോൾ ജിബൂട്ടി പോലെയുള്ള രാജ്യങ്ങൾ, ആഫ്രിക്കൻ കോണ്ടിനെൻറ്റ്, അല്ലെങ്കിൽ മൊറോക്കോ, അതല്ലെങ്കിൽ ഈജിപ്റ്റ്, ഇവിടെയെല്ലാം തന്നെ ആയുർവേദം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ആയുർവേദ ക്ലിനിക്കുകൾ ഞാൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ രാജ്യങ്ങളിലൊന്നും തന്നെ ആയുർവേദം ഒരു റെക്കഗ്നൈസ് സിസ്റ്റം ഓഫ് മെഡിസിൻ അല്ല. എന്നാൽ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒമാനിൽ ആയുർവേദം റെക്കഗ്നൈസ്ഡ് ആണ്. അതേപോലെ ബഹ്റിൻ ആയുർവേദം റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിഡിൽ ഈസ്റ്റിലെ ചില രാജ്യങ്ങളിൽ ഈ ഒരു UAE-യുടെ ഒരു നയം, പോളിസി ഫോളോ ചെയ്തിട്ട് തന്നെ പല രാജ്യങ്ങളിലും ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് രീതിയിലാണ് ആയുർവേദം പല രാജ്യങ്ങളിലും പ്രാക്ടീസ് ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിൽ ഒരു വെൽനസ് തെറാപ്പിയായിട്ട്, ചില സ്ഥലങ്ങളിൽ ഒരു മെഡിക്കൽ സിസ്റ്റമായിട്ട്. ഇത് പക്ഷേ ഓരോ ആയുർവേദിക് ഡോക്ടറും അവൻ്റെ ഉത്തരവാദിത്തമായിട്ട് തന്നെ എടുക്കേണ്ടതാണ്. നമ്മുടെ സയൻസ് മാക്സിമം സ്ഥലങ്ങളിൽ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക, പ്രൊമോട്ട് ചെയ്യുക. കാരണം നമ്മൾക്ക് ഓരോരുത്തർക്കും നിലനിൽപ്പും നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടേതായ ബ്രാൻഡിങ് വേണമെങ്കിൽ അതിന് ആദ്യം ആയുർവേദത്തിന് റെക്കഗ്നിഷനും ബ്രാൻഡിങ്ങും ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് റെക്കഗ്നിഷനും ബ്രാൻഡിങ്ങും ഉണ്ടാവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കടമയായിട്ടും ഉത്തരവാദിത്തമായിട്ടും, അല്ലെങ്കിൽ അതൊരു ബിസിനസ് ഇൻട്രസ്റ്റിനാണെങ്കിൽ പോലും ആയുർവേദത്തെ പ്രൊമോട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇപ്പോൾ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻസിലേക്ക് ഞാൻ വരട്ടെ. ഇപ്പോൾ 19 വർഷമായിട്ട് UAE-യിൽ പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡെവലപ്പ് ചെയ്തെടുത്തത് എന്തൊക്കെയാണ്? അപ്പോൾ ഇപ്പോൾ ഏത് സ്ഥിതിയിൽ എത്തി നിൽക്കുന്നു എന്നുകൂടി പറയാമോ? ഞാനൊരു വളരെ ആക്സിഡൻ്റലിയാണ് ഞാൻ UAE-യിൽ എത്തിപ്പെട്ടത്. എൻ്റെ MD കഴിഞ്ഞതിന് ശേഷം ഞാൻ UAE-യിൽ എത്തുമ്പോൾ ആയുർവേദം ഒരു റെക്കഗ്നൈസ് സിസ്റ്റം ഓഫ് മെഡിസിൻ ആയിരുന്നില്ല. എന്നാൽ എനിക്ക് ആദ്യത്തെ ലൈസൻസ്, ഫസ്റ്റ് ലൈസൻസ്ഡ് ആയുർവേദിക് പ്രാക്ടീഷണർ ഇൻ ദ കൺട്രി, അത് ലൈസൻസ് കിട്ടുന്നത് 2002-ലാണ് ആദ്യത്തെ ലൈസൻസ്. അപ്പോൾ അതിനുശേഷം ഞാൻ UAE-യിൽ തന്നെ കഴിഞ്ഞ ഒരു 19-20 വർഷമായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തു വരുന്നു. അതിൽ എനിക്കിപ്പോൾ സ്വന്തമായിട്ട് ക്ലിനിക്കുകളുള്ളത് ദുബായിൽ 4 ക്ലിനിക്കുകളുണ്ട്, അജ്മാനിൽ ക്ലിനിക്കുണ്ട്, അബുദാബിയിൽ ക്ലിനിക്കുണ്ട്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഏകദേശം ഒരു 10ഓളം ആയുർവേദിക് ഡോക്ടേഴ്സ് ഉണ്ട്. ഏകദേശം ഒരു 40-50 ആയുർവേദിക് തെറാപ്പിസ്റ്റ് കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ UAE-യിൽ ചെയ്യുന്നത്. ആയുർവേദത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയാവുന്നത് വൈറസ് കൊണ്ട് അസുഖമുണ്ടാവുന്നു, ബാക്ടീരിയ കൊണ്ടാണ് അസുഖമുണ്ടാവുന്നു, പ്രോട്ടോസോവ, ഫംഗസ്, ഈ വിധ കാര്യങ്ങളെ കൊണ്ടൊക്കെ അസുഖങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. പക്ഷേ ആയുർവേദക്കാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാതപിത്ത കഫങ്ങളെ കൊണ്ട് അസുഖങ്ങൾ ഉണ്ടാവുന്നു എന്നാണ്. അപ്പോൾ ആളുകൾക്കേക്ക് അറിയില്ല എന്താണ് വാതപിത്ത കഫങ്ങൾ എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ ഒരു കോൺസെപ്റ്റ് ഓഫ് വാതപിത്ത കഫ എന്താണെന്നുള്ളത് ഒരു അടുത്ത സെക്ഷനിലേക്ക് തീർച്ചയായിട്ടും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് തന്നെ വിചാരിക്കുന്നു.
തീർച്ചയായിട്ടും ആയുർവേദം അതുകൊണ്ട് തന്നെയാണ് 2 തരത്തിലുള്ള രോഗങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്നു. ഒന്ന് നിജമായിട്ടുള്ള, അതായത് ശരീരത്തിനകത്തുള്ള കാരണങ്ങളെ കൊണ്ട് വരുന്ന രോഗങ്ങൾ. ഇപ്പോൾ ഡയബറ്റീസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബാക്ടീരിയയും വൈറസും കൊണ്ട് ഉണ്ടാകുന്നതല്ല. എന്നാൽ ബാക്ടീരിയയും വൈറസ് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളുണ്ട്, ഇപ്പോൾ കോവിഡ് പോലെയുള്ള അസുഖങ്ങളിൽ. അപ്പോൾ അതാണെങ്കിൽ പോലും അത് വാതപിത്ത കഫങ്ങൾക്ക് ഇംബാലൻസ് ഉണ്ടാക്കിയിട്ട് തന്നെയാണ് അസുഖങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി വേറൊരു ദിവസം ഡിസ്കസ് ചെയ്യാം. നല്ലൊരു ഇനിഷ്യേറ്റീവ്. ആയുർവേദത്തെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെടട്ടെ, കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടട്ടെ. വളരെ നന്ദി.